അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടപ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മൊത്തം കാണുക. നമുക്ക് ഏതിന് ഐറ്റം ചൂണ്ട വേണമെങ്കിൽ ഈ സ്ഥലത്തുണ്ട്. നമ്മൾ ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പാരിപ്പള്ളി, അതായത് തിരുവനന്തപുരം സൈഡിൽ നിന്ന് പോരുന്നവരാണെന്നുണ്ടെങ്കിൽ കൊല്ലം നീണ്ടകര പാലം എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ വലത്തോട്ട് സൈഡിൽ ഒരു 200 മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ എറണാകുളം സൈഡിൽ നിന്ന് കൊല്ലത്തോട്ട് വരുന്നതാണെങ്കിൽ നീണ്ടകര പാലം ഇറങ്ങി ഇടത്ത് സൈഡിലായിട്ട് 200 മീറ്റർ അകലെ ചെന്ന ആ ഷോപ്പിൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊറിയർ സർവീസ് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. കുറേ നാളായി വീഡിയോ എടുത്തിട്ട് ഓൾ കേരള ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്. അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് നല്ലോണം ഓരോ കൊറിയറിനുള്ള പാക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ഏത് കമ്പനിയുടെ ഐറ്റം അവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. കാരണം നമ്മളൊരു സൂപ്പർ മാർക്കറ്റില്ലേ, പലവചനക്കടയൊക്കെ, അതേപോലൊരു സ്ഥലത്ത് നിന്ന് കയറിയ പോലുള്ളൊരു ഫീലാണ്. കാരണം ഓരോ ഐറ്റം അതിൻ്റെ രീതിയിൽ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ കാശിന് ബഡ്ജറ്റ് അനുസരിച്ചുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ചൂണ്ടയിടാൻ പോകുന്നവരുടെ ആ ഒരു ഡ്രസ്സിങ് സെറ്റപ്പ്, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള രീതിയിലുള്ള അറേഞ്ച്മെൻറ്റും ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം നമ്മുടെ കൂടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരന് ഈ ചൂണ്ടയിടുന്ന ഭ്രാന്ത് വന്നിട്ട് ഏതാണ്ട് ഈ 20,000-ഓളം രൂപ കൊണ്ട് വെള്ളത്തിൽ കളഞ്ഞു. കാരണം നമ്മളെ പൊഴിക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, നമ്മുടെ പരവൂരിനടുത്താണ്. അപ്പോൾ അവിടെ ചൂണ്ടയിടുന്ന ആൾക്കാരുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ് ആ ഒരു സ്പോട്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്നൊരു ലൂറൊക്കെ, ഓരോ ലൂറിനൊക്കെ 600, 500 അങ്ങനെ വില വരുന്ന സാധനങ്ങളൊക്കെ ഒരു 10 രൂപ അവിടെ കൊണ്ട് വെള്ളത്തിൽ കളഞ്ഞിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ചൂണ്ട മേടിക്കാനായിട്ട് പോയി നമ്മൾ നീണ്ടകര വന്ന് റോങ്ങായിട്ട് വേറൊരു കടയിൽ ചെന്ന് കയറി അവിടുന്ന് ആലപ്പാട് പോയി. ആലപ്പാട് ചെന്ന് അവിടുന്ന് തിരിച്ച് വന്ന് പിന്നെയാണ് ഈ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ചൂണ്ടയുടെ വിലയും കാര്യങ്ങളും അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കടയിലെ ചേട്ടനോട് ചോദിച്ചു നോക്കാം. സ്റ്റാർട്ടിങ് എങ്ങനെ വരുമോ അത്? കുറഞ്ഞതുണ്ട്. നമുക്കൊരു ഇപ്പൊ നിലവില് കോംബോ ഐറ്റങ്ങളൊക്കെ എങ്ങനെ വരും? കോംബോ ആയിട്ട് വേണേ തരാം. നമ്മള് കോംബോ സ്റ്റാർട്ടിങ് എങ്ങനെ? നമുക്കിപ്പോ കോംബോ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. കോംബോയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കോംബോ ആയിട്ട് വരുന്നില്ല. ആൾക്കാർക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പഠിച്ചെടുക്കാനാണെങ്കിൽ എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നത് നല്ലത്. ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോരോ നമുക്ക് ഓരോരോ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് മേടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോംബോ മേടിക്കുമ്പോൾ നമുക്ക് ആ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഒരു 2,000 രൂപയ്ക്ക് ഒരു കോംബോ ചെയ്യണമെങ്കിൽ 3,000 രൂപയ്ക്ക് ഒരു കോംബോ ചെയ്യണമെങ്കിൽ ആ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോംബോ സെറ്റ് ചെയ്ത് തരും. അത്രേ ഉള്ളൂ. ഒരിക്കലും അത് നല്ല ക്വാളിറ്റി കിട്ടത്തില്ല പ്രൊഡക്റ്റ്. 10 അടിയൊക്കെ വരുമ്പോൾ എങ്ങനെ വില വരുന്നുണ്ട്? 10 അടിയൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 1,500 വരുന്ന ടൈപ്പ് മോഡൽ. ഏറ്റവും കൂടിയത് എത്ര വില വരുന്നു? കൂടിയത് വരുമ്പോൾ തന്നെ നമുക്ക് 5,000, 6,000, 7,000, 6,000 മാക്സിമം ലെവലാണ്. 8,000 ഒക്കെ നമ്മുടെ ഈ ഇവിടെ പോകുന്നത്. അപ്പോൾ ഷിമാനോടെ ഒക്കെ വരുമ്പോൾ ഒരു 10,000-15,000 രൂപയുടെ ഒക്കെ സ്റ്റോക്ക് ഐറ്റം വരില്ലേ. ലൂറ് എല്ലാ ടൈപ്പും ഉണ്ടല്ലേ? നമുക്കൊരു 200 രൂപ തൊട്ട് മേലോട്ടുണ്ട് ലൂറ്. 200 ഐറ്റംസിന്റെ 200 രൂപ തൊട്ട് മേലോട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഓരോ സാധനങ്ങൾ അവർ കൃത്യമായിട്ട് അടുക്കി പറക്കി ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി എടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഒരു ചൂണ്ട ഇട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരും. പിടിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്കും ഉള്ളതുണ്ട്, അത് ആദ്യമായിട്ട് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളവർക്കും ഉണ്ട്. അപ്പോൾ ലൂറൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടം പോലെ ചവർ കണക്കിന് കിടപ്പുണ്ട്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാം. പില്ലറ്റ്, അതേപോലെ തന്നെ EM, പലതരം കൊളുത്ത്, അതായത് ചൂണ്ടക്കൊളുത്ത്, അങ്ങനെ അതുപോലെ വന്നിട്ട് പിന്നെ വലിയ വലിയ മീനുകൾ പിടിക്കുന്ന ലൂറുകൾ, സകല സാധനങ്ങൾ. അപ്പോൾ ഈ കൊറിയർ പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട് പയ്യന്മാര്. ഇത് ബ്രാവോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പോളറാണ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 2.7 മീറ്റർ, 3 മീറ്റർ, 3.6 അഡ്ജസ്റ്റബിൾ പോളറാണ്. ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ ലെങ്ത് എത്ര വേണം അതനുസരിച്ച് നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാം. ഇത് ടോട്ടൽ എത്ര മീറ്റർ വരുന്നുണ്ട്? അത് 12 അടി വരുന്നുണ്ട്. 12 അടി വരുന്നുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണ്? മാക്സിമം ഈ പോളോടൊക്കെ മാക്സിമം നമുക്ക് കൂടുതൽ പറയാനേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ നമ്മളൊരു 1 കിലോ ഒക്കെ ഉള്ള മീനെ പിടിക്കാം മാക്സിമം.
അതിക്കുള്ളതൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പോളോടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കിലോക്കെ മീൻ പിടിക്കാൻ എങ്ങനെ വില വരുന്നത്? ഇത് 1250 MRP വരുന്നുണ്ട്. ഫിക്സഡ് ആണോ അത്? എല്ലാ പ്രൊഡക്റ്റിനും അല്പം സ്വല്പം ഡിസ്കൗണ്ട് കിട്ടും. എത്ര നോക്കാം, നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതിന്റെ കമ്പനിയുടെ ഓരോ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏത് കമ്പനി ഏത് ബ്രാൻഡ് എന്നൊക്കെ ഉള്ള അറിയാവുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പം ഇതിന്റെ നമ്പറും കാര്യങ്ങളാണ് ഈ കാണുന്നത്, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വിളിക്കാം. അപ്പോൾ ചൂണ്ടപ്രാന്തന്മാർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.